നിങ്ങളുടെ കയ്യിൽ ഡ്രസ്സിനൊക്കെ വെച്ചിട്ട് ബാക്കി വന്ന ലേസ് ഉണ്ടോ എങ്കിൽ കളയാൻ വരട്ടെ. അതുകൊണ്ടൊരു സിംഗറം ഫാമിലിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ എൻ്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണേ. അതിനായിട്ടൊന്നും വേണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇപ്പുറം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു തവണ ചെയ്താൽ മതി കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട. ഒരു തവണ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഫാമിലിയിൽ ജോയിൻ ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതെൻ്റെ ഡ്രസ്സിന് വെച്ചതിന് ശേഷം ബാക്കി വന്ന ലേസാണ് കേട്ടോ. ഇതിനെ കൊണ്ടാണ് ഞാൻ ഡോളിൻ്റെ ക്യാപ്പ് ഡിസൈൻ ചെയ്തതും ഒത്തിരി ക്രാഫ്റ്റ് ഇതിനെ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ബാക്കി വന്ന പീസിനെ കൊണ്ട് ഒരു പുതിയ ഒരു ഐഡിയ കൂടെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ആണ് ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തെർമോകോൾ പീസ് ഉണ്ടല്ലോ, ഈ തെർമോകോൾ പീസിൻ്റെ മുകളിൽ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ മുകളിൽ പെയിൻറ് ഒന്ന് ചെയ്തെടുത്തു. എങ്ങനെയാണ് പെയിന്റ് ചെയ്തതെന്നുള്ളത് നോക്കണ്ട കേട്ടോ. എനിക്ക് പെയിന്റിങ്ങിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു പെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ ഭംഗി തോന്നുക അതിനനുസരിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പെയിന്റിങ് അറിയുന്നവരൊന്ന് ക്ഷമിക്കാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഗ്രീനിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ സിമ്പിളായിട്ടൊരു ട്രീ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ലേസ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിറയെ ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ കുറച്ചേ വെച്ചിട്ടുള്ളൂ, ഒത്തിരി ഫില്ല് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ, ടിക് ടൈം ആണ്. അതിനു മുമ്പേ ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ടിക് ടൈം ഒരുപാട് ഇഷ്ടമാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് അത് കേട്ടതിൽ.
നമുക്ക് ആവശ്യമുള്ളതും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതും ആയിട്ടുള്ള ടിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഉപദേശങ്ങളോ അല്ല എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളോ കുറച്ച് വായിച്ചറിഞ്ഞ കാര്യങ്ങളോ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അത് കേട്ടതിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് ആദ്യം നോക്കാം. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദേഷ്യത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും നമുക്ക് ഉപകാരപ്പെടുന്നതാണല്ലോ എന്ന്. ശരിയാണ്, ഒരുപാട് പേർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട്. എൻ്റെതും അങ്ങനെയാണ്. ഷോർട്ട് ടെമ്പേർഡാണ് ഞാനും. അപ്പോൾ അതെങ്ങനെയാണ് കുറയ്ക്കുക, അതിനകത്ത് ടിപ്പ് ഉണ്ടോ എന്ന് അറിയണ്ടേ? ടിപ്പുണ്ട്. പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ദേഷ്യത്തിൽ നമ്മൾ ചിലപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാമെന്ന് പറയാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയും നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്താൽ മതിയാണ് അല്ലേ. ബ്രീത്ത് ഇൻ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ശ്വസിക്കുക. അപ്പോൾ നമുക്ക് ശ്വാസം നന്നായിട്ട് വലിച്ച് മുകളിലോട്ട് എടുക്കുക. അതുപോലെ തന്നെ സ്ലോ ആയിട്ടത് റിലീസ് ചെയ്യാം. ഇതിങ്ങനെ ഒരു 10 തവണ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ BP പെട്ടെന്നുള്ള ദേഷ്യം നമുക്ക് എങ്ങനെ ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു ട്രിക്കാണ്. ഇത് യോഗക്കൊക്കെ പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യം, ഈ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഒരുപോലെ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റണമെന്നില്ല അല്ലേ. നമ്മളിങ്ങനെ ഉള്ളിൽ അതിങ്ങനെ അമർത്തി വെക്കുന്നതോറും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് രക്ഷപ്പെടണ്ടേ. ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ ആ ഒരു പ്രഷർ ഉള്ളിൽ നമുക്ക് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല, കൺട്രോൾ ചെയ്ത് പിടിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. തണുത്ത വെള്ളം കുടിക്കണം കേട്ടോ, നല്ല ചൂടുള്ള വെള്ളമല്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതും സ്പീഡിൽ കുടിക്കാൻ പാടില്ല. പതുക്കെ വെള്ളം ഒന്ന് വായിൽ നിറച്ച് വെക്കുക. എന്നിട്ട് പതുക്കെ ഇറക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു റിലീഫ് ഫീൽ ചെയ്യും. അങ്ങനെ ആ ഒരു ഗ്ലാസ് വെള്ളം കുറച്ചധികം ടൈം എടുത്തിട്ട് ഒന്ന് കുടിച്ച് തീർക്കാൻ ശ്രമിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും മധുരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പഞ്ചസാരയോ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തങ്ങ് വാങ്ങിയിടുക. അപ്പോൾ തന്നെ മധുരത്തിന് നമ്മളുടെ ദേഷ്യത്തെ കുറക്കാൻ നല്ല ഇതുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം, അല്ലാണ്ട് ബ്ലഡ് പ്രഷർ അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, പെട്ടെന്നുള്ള ദേഷ്യം കുറക്കാൻ സഹായിക്കും. പിന്നെ അതുമല്ല എങ്കിൽ നമ്മളുടെ വായിൽ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് മൂവ്മെൻറ്റ് ഉണ്ടായാൽ മതി. എന്തെങ്കിലും നമ്മൾ കടിക്കുകയോ എന്തെങ്കിലും ചവയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രഷർ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, എന്ത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ കൈക്കകത്ത് തന്നെയുണ്ട്. നമ്മുടെ ഈ കൈ വളരെ ഒതുങ്ങാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ആ സിമ്പിളായിട്ട് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയെടുക്കുക മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വലിയ സിറ്റുവേഷൻ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം, ചിലരിപ്പം ചിന്തിക്കുന്നുണ്ടാവും, കാരണം എല്ലാം കണ്ടാലും അതിൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള ചിലരെങ്കിലും എന്തായാലും ഉണ്ടാവും. അവർ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും വലിയ ദേഷ്യത്തിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അവരോട് പറയാണ്, അങ്ങനെ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല, നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അപ്പം നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് ആ പ്രഷറൊന്ന് കുറക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുവിധം നോർമലായിട്ടുള്ള എല്ലാവർക്കും അവർക്ക് തന്നെ അവരുടെ ഫീലിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ദേഷ്യമൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പം നമുക്കതിനുള്ള മനസ്സ് വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധിക്കും, ഒന്നും ഇമ്പോസിബിൾ അല്ല. അപ്പം അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ ഓരോ ടിപ്പും ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്ത ടിപ്പൊന്നല്ല, ശരിക്കും നമ്മൾ വായിച്ചും അനുഭവത്തിൽ വന്നിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നതും അങ്ങനെ ഒരുപാട് അന്വേഷിച്ചൊക്കെ കിട്ടിയ ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ വെറുതെ വായിൽ തോന്നി എന്തോ ഒന്ന് ടിപ്പായിട്ട് പറയുന്നതല്ല.
അപ്പോൾ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കി. എനിക്കിതിപ്പോൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്കും ഈ ശ്വാസം എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ കൂടി നമുക്ക് വല്ലാതെ ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി തോന്നിയിട്ടുള്ള ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ ടെക്നിക്കാണ്. അതായത് വെള്ളം കുടിക്കൽ, മധുരം കഴിക്കൽ, അല്ല വായിൽ എന്തെങ്കിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കൽ, അങ്ങനെ എന്തെങ്കിലും ആണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. പിന്നെ അതല്ല, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാം. ആ സമയത്തുള്ള ദേഷ്യം തെറ്റാണെന്ന് ആരും പറയില്ലല്ലോ. നമുക്ക് അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നോക്കി വീട്ടിലെ ഫ്രസ്ട്രേഷൻസ് അധികവും സ്ത്രീകൾക്കാണ് കേട്ടോ ഞാനിത് ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരിപ്പോൾ അത് വർക്കൗട്ട് ആക്കാൻ ശ്രമിക്കണമെന്നില്ല. പക്ഷെ സ്ത്രീകൾക്ക് പെട്ടെന്നുള്ള ദേഷ്യം ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ പൊതുവേ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവേ നമ്മൾ സ്ത്രീകൾ, അമ്മമാർ ശരിക്കും ഭൂമിയോളം ക്ഷമ വേണം എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ അവർക്ക് ഈ ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്യാൻ, അതായത് കുട്ടികളും എല്ലാവരും കുറച്ച് സോഫ്റ്റായിട്ട് നമ്മളെപ്പോഴും അമ്മമാരോട് അല്ലെങ്കിൽ സ്ത്രീകളോടല്ലേ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ഉണ്ടാവാം. അപ്പോൾ അവരല്ലേ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ അവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് കൂടുതലായിട്ട് ഉപയോഗപ്രദമാക്കുമെന്നാണ് കരുതുന്നത്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ വേണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട് പുതിയൊരു ക്രാഫ്റ്റായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.